പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ കുറച്ച് ഡെഫിനിഷനും കാര്യങ്ങളും നോക്കാം. ഡെഫിനിഷൻ അല്ല, ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക. ഇതൊരു ഡൈഗ്രാഫാണ്. നമ്മൾ അതിനെ ഡി എന്ന് ഡിനോട്ട് ചെയ്തു. ഇതിൽ 6 വെർട്ടെക്സുകളാണുള്ളത്, അതുപോലെ കുറേ ആർക്കുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ ഡി പ്ലസ് ഓഫ് V1 ഇതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? ഡി പ്ലസ് എന്തായിരുന്നു? ഔട്ട് ഡിഗ്രി ഓഫ് V1 അല്ലേ? അതായത് V1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നുള്ള ഔട്ട് ഡിഗ്രി, ഇതിൽ നിന്ന് എത്ര എണ്ണം പുറത്തേക്ക് പോകുന്നുണ്ട് നോക്കൂ. ഇവിടേക്കൊന്ന് പോകുന്നുണ്ട്, ശരിയല്ലേ? 1. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കൊന്ന് പോകുന്നുണ്ട്, 2. അതുപോലെ ഒരു ലൂപ്പ് ഉണ്ട്, സെൽഫ് ലൂപ്പ് ഉണ്ട്. അപ്പൊ അതിന്ന് V1 നിന്ന് ഇതും പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ 3 എണ്ണം ഉണ്ട്. അപ്പൊ ഈ ഡി പ്ലസ് ഓഫ് V1 എത്രയാണ്? 3 ആണ്. ഇതിന്റെ ഔട്ട് ഡിഗ്രി 3 ആണ്. അതുപോലെ തന്നെ V2 ഇതിൽ നിന്ന് പുറത്തേക്ക് എത്ര എണ്ണം പോകുന്നുണ്ടെന്ന് നോക്കൂ. 1, 2, 3. ഇവിടെയും D2ന്റെയും ഔട്ട് ഡിഗ്രി എത്രയാണ്? 3 ആണ്. അതുപോലെ തന്നെ V3, ഈ V3 എന്ന് പറയുന്ന ഈ ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്ത് നോക്കൂ. ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് പുറത്തേക്ക് എന്താണ്, ഒരൊറ്റ ആർക്കുകളും പോകുന്നില്ല അല്ലെ? കംപ്ലീറ്റ് എന്താണ്, ഈ V3യിലേക്ക് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പൊ ഇതിനെന്താണ് ഔട്ട് ഡിഗ്രി എത്ര വരും? 0 വരും. ഇതിന്റെ ഔട്ട് ഡിഗ്രി, V3യുടെ ഔട്ട് ഡിഗ്രി 0 വരും. കാരണം ഇതിന് പുറത്തേക്കൊന്നും പോകുന്നില്ല എന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ V4, ഏതാണ് V4 എന്ന് പറയുന്നത്? ഈ ഒരു ആർക്ക് വരും, ഈ ഒരു വെർട്ടെക്സ് വരും. ഇതിന്റെ ഔട്ട് ഡിഗ്രി എത്രയാണ് വരുന്നത്? 1, 2, 2 ആണ് വരുന്നത്. അതുപോലെ V5നോ, V5 നിന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ല, അകത്തേക്കൊന്നും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഔട്ട് ഡിഗ്രി 0 ആണ്. അതുപോലെ V6ലേക്കോ ഔട്ട് ഡിഗ്രി നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ഒന്ന് മാത്രമേ V6 എത്ര പോകുന്നുണ്ട്? ഇത് 1 ആണ് എഴുതിയത്, 2 ആണ് കേട്ടോ. കാരണം എന്താണ്, 2 എണ്ണം പോകുന്നുണ്ട് അല്ലെ? ഔട്ട് ഡിഗ്രി ആയിട്ട് 1 അല്ല വരുന്നത്, ഇത് 2 ആണ് വരുന്നത്. 2 ആണ് വരിക, ഔട്ട് ഡിഗ്രി 2 ആണ് വരിക. അപ്പൊ ഇതേപോലെ ഇൻഡിഗ്രീസ് എന്താ വരിക? നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡി മൈനസ് ഓഫ് V1 എന്നായിരുന്നു. അപ്പൊ V1ലേക്ക് എത്ര എണ്ണം വരുന്നുണ്ട്? ഒന്നെന്താണ്, ഇവിടുന്ന് V2ൽ നിന്ന് ഒരു ആർക്ക് V1ലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഒരു ലൂപ്പ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ ലൂപ്പ് സെൽഫ് ലൂപ്പ് ആയിട്ടൊന്ന് ഇതും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ V1ന്റെ ഡിഗ്രി എത്ര വരിക? 2 ആണ് വരിക. അതുപോലെ V2ന്റെ നിങ്ങൾ നോക്കൂ, അകത്തേക്ക് എത്ര എണ്ണം വരുന്നുണ്ട്? ഒറ്റൊന്ന് മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം പുറത്തേക്ക് പോവാം. അപ്പൊ ഇൻ ഡിഗ്രി 1 വരും. V3യുടെയോ? ഇത് കംപ്ലീറ്റ് പുറത്തേക്കല്ലേ, അകത്തേക്കാണ് വരുന്നത്. 1, 2, 3, 4. അപ്പൊ ഇതിന്റെ ഡിഗ്രി 4 വരും. അതുപോലെ V4ന്റെ എത്ര വരിക? അകത്തേക്ക് വരുന്ന ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് 1 വരും. V5ൻ്റെത് അകത്തേക്ക് 1 വരുന്നുണ്ട്, 1 വരും. V6ന്റെ അതുപോലെ 1 മാത്രമാണ് അകത്തേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഔട്ട് ഡിഗ്രി, ഇൻ ഡിഗ്രി ആയിട്ട് 1 വരും. അപ്പൊ അതുപോലെ ഇതിന് നമുക്കൊരു കൺക്ലൂഷൻ, ലൂപ്പിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? ദ ലൂപ്പ് അറ്റ് V1 കണ്ടെയ്ൻസ് 1 ഈച്ച് അല്ലെ, കോൺട്രിബ്യൂട്ട്സ് 1 ഈച്ച് ടു ഡി പ്ലസ് ഓഫ് V1ലും അതുപോലെ ഡി മൈനസ് ഓഫ് V1ലേക്കും ഓരോന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ലൂപ്പ്. കാരണം എന്താ, ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ആ വെർട്ടെക്സ് എന്ന ലൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അതിലേക്ക് തന്നെയുള്ള ഒരു ആർക്കിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്, അതുപോലെ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ ആ ലൂപ്പ് എന്ത് ചെയ്യും? ആ ഒരു ഡിഗ്രിക്ക്, V1 എന്ന് പറയുന്ന ഡിഗ്രീന്റെ ഇൻ ഡിഗ്രിയിലേക്കും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യും, ഔട്ട് ഡിഗ്രിയിലേക്കും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ അത്രയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും കൂടെ ഒന്ന് നോക്കുക. വേറെ 1-2 എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ട് ചെയ്ത് നോക്കുക.